ഒരുങ്ങാൻ വഴികാട്ടുന്ന തിരുവചനം. കർത്താവിൻ്റെ വീണ്ടും വരവ് നാം പ്രതീക്ഷിക്കുന്നുവോ? നമ്മുടെ വാക്കുകൾ കൊണ്ട് വീണ്ടും വരുന്നവനായ കർത്താവ് നാം പറയുന്നെങ്കിലും നമ്മുടെ പ്രവൃത്തിയാൽ ആ ഒരു ഒരുക്കത്തിൻ്റെ തലത്തിലാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ വീണ്ടും വരവ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണ്. നൂറ്റാണ്ടുകളായി വിശ്വാസികൾ കാത്തിരിക്കുന്ന വിഷയമാണ്. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന നാം ആത്മീയമായും വൈകാരികമായും പ്രായോഗികമായും അതിനുള്ള ഒരുക്കത്തിലാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ വരവ് ഏത് നിമിഷമെന്ന് അറിയാത്തതുകൊണ്ട് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെയുള്ള ജീവിതമാണോ നാം കഴിക്കുന്നത്? അതിനായി ഒരുങ്ങിയിരിക്കാനായിട്ടാണ് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്ത് കർത്താവിൻ്റെ വാഗ്ദത്തം നമുക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നു. കർത്താവിൻ്റെ വരവിനായി വിശ്വസ്തരായി ഒരുങ്ങിയവരുമായി നമുക്ക് നമ്മെ തന്നെ ആക്കി തീർക്കാം. അനുസരണത്തോടും സന്തോഷത്തോടും കൂടെ നമുക്ക് ഒരുങ്ങിയിരിക്കാം. നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം? ഈ വിഷയമാണ് പ്രിയ ബ്രാന്തോസരൻ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ പാടും, ആശയേറുന്ന നിന്നെ കാണാൻ ആമേൻ യേശുവേ വരണേ. നമുക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അത്ര ആശയോടെ ഈ പാട്ട് പാടാനായിട്ട് കഴിയുമോ? റബ്ബറിനൊരു 400 രൂപയും കൊക്കോയ്ക്ക് ഒരു 1000 രൂപയും കൊട്ടടയ്ക്കൊക്കെ ഒരു 1000, കുരുമുളകിന് ഒരു 1000, പെട്രോളിനൊരു 50-ൽ താഴെ രൂപയും ഉണ്ടെങ്കിൽ കർത്താവ് ഉടനെ വരണമെന്ന് നാം ആശിക്കുന്നുണ്ടോ? തൽക്കാലം ഇപ്പോൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണോ? നമുക്ക് നമ്മൾ തന്നെ പരിശോധിക്കാം. ആശയേറുന്ന നിന്നെ കാണുവാനെന്നുള്ള പാട്ട് ചിലപ്പോൾ ആ ലൈൻ വിട്ട് പാടേണ്ട അവസ്ഥയാണോ നമുക്കുള്ളത്? നമ്മെ തന്നെ ശോധന ചെയ്യാം. പ്രിയ എബ്രാം ബ്രദർ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്കായി ഒരു വളരെ രസകരമായ വിഷയമാണ് തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങാം? അതിനുള്ള എൻ്റെ ഉത്തരവെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശരിക്കാ ജീവിക്കുന്നെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ജീവിക്കേണ്ടതുപോലെയാണ് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടു. അതുപോലെ നമ്മളും ദൈവത്തോടു കൂടെ അങ്ങ് നടക്കും. ഒരു ദിവസം കർത്താവ് നമ്മളെ കൊണ്ട് അങ്ങ് പോകും. നമ്മൾ നടക്കേണ്ടുന്നത് പോലെ അല്ല നടക്കുന്നെങ്കിൽ പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യണം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? പണ്ടൊരു ദൈവദാസനോട് ഒരാൾ ചോദിച്ചു, അദ്ദേഹം ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് ചോദിച്ചു, ഇന്ന് രാത്രി കർത്താവ് വരുമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ, ഒരു പകലിലാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നാളെ കർത്താവ് വരുമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് എന്ത് പ്രത്യേകമായിട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. നാളെ രാവിലെ കർത്താവ് വരും, ഇന്ന് രാത്രി കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം എന്താണ് പ്രത്യേകമായി ചെയ്യുന്നത്? പറഞ്ഞാൽ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് രാത്രി കിടന്നുറങ്ങും, കർത്താവ് വരുമ്പോൾ ഞാനും പോകും. പക്ഷെ അതാണ് ശരിയായെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ അതിനെ കാണുന്നത്. എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ചെയ്യേണ്ടതുപോലെയാണ് ചെയ്യുന്നത്, ജീവിക്കേണ്ടതുപോലെയാണ് ജീവിക്കുന്നത്. ഭാര്യയുമായുള്ള ബന്ധം ആകേണ്ടതുപോലെ ആകിയിട്ടുണ്ട്. എൻ്റെ സഹോദരന്മാരുമായുള്ള ബന്ധമൊക്കെ ശരിയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? കർത്താവ് വരുന്നതിന് വേണ്ടി ഞാൻ എന്തൊരുങ്ങാനാണ്? പിന്നെ ഞാനിപ്പോൾ ഒരു പുതിയ ഷർട്ട് തയ്പ്പിച്ചിട്ടല്ല, അതൊന്നും കർത്താവ് അങ്ങോട്ട് കൊണ്ടുപോകില്ല. എവിടെയോ പേപ്പെട്ട് പോകുമ്പോൾ അതൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാമെന്ന് ഒരു വിഷയം വെച്ചപ്പോൾ തന്നെ എന്തോ സംഘാടകർക്ക് തോന്നി നമ്മുടെ വിശ്വാസികളാരും കർത്താവിൻ്റെ വരവിന് വേണ്ടി റെഡിയല്ലെന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മനുഷ്യനെന്ന് പറയുന്നത് ഒരു കോമ്പസിറ്റ് ബീയിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സംയുക്ത വ്യക്തിത്വമൊക്കെ ഉള്ള ആളാണല്ലോ. നമുക്ക് ശരീരമുണ്ട്, നമുക്ക് ആത്മാവുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ഘടകങ്ങളടങ്ങിയ ആളുകളാണ്. കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതെല്ലാം പ്രസക്തമാണ്. ശരീരം റെഡിയായിരിക്കണം, ആത്മാവ് റെഡിയായിരിക്കണം, മനസ്സ് റെഡിയായിരിക്കണം, ബുദ്ധി റെഡിയായിരിക്കണം, എല്ലാം റെഡിയായിരിക്കണം. ഇതൊരു മണവാളന് വേണ്ടി ഒരുങ്ങുന്നത് നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ കല്യാണമൊക്കെ നിശ്ചയിച്ചു, അടുത്ത ആഴ്ച കല്യാണം, അപ്പോൾ പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഡ്രസ്സ് എടുത്തു, അതെടുത്തു, ഇതെടുത്തു. അതുപോലെ ഇപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഡ്രസ്സ് എടുക്കാനൊന്നുമില്ല. ബ്യൂട്ടീഷ്യൻ്റെ ഒക്കെ പോയി നമുക്കങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാനില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് മണവാട്ടിയുടെ വിശേഷ വസ്ത്രം എന്ന് പറയുന്നത് വിവാഹ വസ്ത്രം എന്താണെന്ന് പറഞ്ഞ് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാണെന്നാണ് പറഞ്ഞത്. അപ്പം നീതിപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വിവാഹം വസ്ത്രമൊന്നും വേറെ എടുക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ മതി. ഞാൻ ധാരാളം നീതിപ്രവൃത്തികൾ ചെയ്താണ് ജീവിക്കുന്നത്. എനിക്കിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഒരുങ്ങാനില്ല. എൻ്റെ ബുദ്ധി നിറയെ കർത്താവാണ്, എൻ്റെ മനസ്സ് നിറയെ കർത്താവാണ്, എൻ്റെ ഹൃദയം നിറയെ കർത്താവാണ്.
എൻ്റെ പണമൊക്കെ കർത്താവിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്, പിന്നെ ഞാൻ എന്തോ ഒരുങ്ങാനാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. 10 കന്യകമാർ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് വന്നിരുന്നു. വന്നപ്പോൾ 10 പേരും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കൈ വിളക്കുകൊണ്ട് എല്ലാവരും വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി. അർദ്ധരാത്രി മണവാളൻ്റെ വിളി വന്നു, എല്ലാവരും ഉണർന്നു. പക്ഷെ വിളക്ക് തെളിച്ചപ്പം 5 പേര് വിളക്ക് തെളിയത്തുള്ളൂ, 5 പേര് വിളക്ക് തെളിഞ്ഞില്ല. വിളക്കെടുക്കാഞ്ഞതുകൊണ്ടാണോ? കർത്താവിനെ സ്വീകരിക്കാൻ താല്പര്യമില്ലാഞ്ഞതുകൊണ്ടാണോ? അതുകൊണ്ടല്ല. വിളക്ക് ഉണ്ടെങ്കിൽ അതിൽ എണ്ണ ഉണ്ടായിരിക്കണമെന്നുള്ളതൊരു സ്വാഭാവിക പ്രമാണമാണ്. എണ്ണയില്ലാതെ വിളക്ക് കത്തിയില്ല. ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി പോലെ വിളക്കൊന്നും അല്ലല്ലോ. പഴയ കാലത്ത് നമ്മുടെ മണ്ണെണ്ണ വിളക്കും എണ്ണ ഒഴിച്ച വിളക്കും ഒക്കെ ഇല്ലേ. അപ്പോൾ നമ്മൾ അവരെ സംബന്ധിച്ച് നിങ്ങൾ വിളക്കിൽ എണ്ണയുള്ളവരാണോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിക്കുന്നതാണ്. ഏത് സമയത്ത് കർത്താവ് വരട്ടെ, കർത്താവ് രാത്രി വരുമെന്നാണ് സൂചനയല്ല. കാരണം കർത്താവ് പറഞ്ഞിട്ടുള്ളതായിരിക്കും ഉപകളിലൊക്കെ രാത്രി കള്ളൻ വരും പോലെ അർദ്ധരാത്രിക്ക് വരുന്നു, ഇങ്ങനെയൊക്കെയാണല്ലോ. ഏതായാലും കർത്താവിന് പകൽ മാത്രം വരാൻ ഒക്കില്ല, രാത്രി വരാൻ ഒക്കില്ല. കാരണം ലോകത്ത് ഒരു ഭാഗത്ത് പകലായിരിക്കും, മറ്റേ ഭാഗത്ത് രാത്രിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കർത്താവ് രാത്രിയോ പകലോ? അല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ബി റെഡി, ഓൾവേസ് ബി റെഡി. കർത്താവ് വരുന്ന നാളും നാഴികയും അറിയായിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കും. ഞാൻ അതേക്കുറിച്ച് എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ കർത്താവ് വന്നാൽ ഞാൻ ലജ്ജിതനാകുമോ? പറഞ്ഞാൽ ഞാൻ ചെയ്യരുതാത്തൊരു ജോലിയിലാണോ? ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ആളുകൾ വീട്ടിൽ വരുമ്പോൾ നമുക്കറിയാം വീട്ടമ്മമാരുടെ ഒരു ശല്യം. ഈ പിള്ളേരുടെ കാര്യം, തുണിയെല്ലാം അവിടെ ഇട്ടിരിക്കുന്നു, ഇവിടെ ഇട്ടിരിക്കുന്നു, കോഴിയുടെ കാര്യം, അത് കയറി അവിടെ പഠിച്ചേച്ച് പോയി, ഇവിടെ പഠിച്ചേച്ച് പോയി, എൻ്റെ അപ്പ എനിക്ക് വയ്യ. ചില ആളും പറയുന്നതാണ്, എൻ്റെ അപ്പ എനിക്ക് വയ്യ, കർത്താവിന് വരികയും ചെയ്തു, ഒരു കാര്യം റെഡിയല്ല. അങ്ങനെ പറയുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരുക്കം ആവശ്യമാണ്. ഒന്ന് പോയിട്ട് വന്നാട്ട് ഞാൻ അപ്പോഴത്തേക്ക് റെഡിയാകാം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. കർത്താവ് നീ ഒന്ന് പോയിട്ട് വരുമ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ റെഡിയാകാം. ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡിന് ഒരുങ്ങാനുള്ള സമയം എന്തായാലും തരുമില്ല. വരേണ്ടവൻ വരും, ഒരുങ്ങാൻ സമയമില്ല. ഒരുങ്ങാനുള്ള സമയം ഇപ്പോഴും. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ 10ഓ 15ഓ ലിസ്റ്റിങ്ങനെ തന്നിട്ട് ഈ കാര്യം ചെയ്ത് റെഡിയാകുമെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ശിയാമോഹൻ നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. കർത്താവിന് പറയാനുള്ളതാണ്, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളവനാണ്. കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കുക, അല്ലേ? ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക. സാധാരണ മനുഷ്യരൊക്കെ മരിക്കുന്നതിന് മുമ്പ് അവരെ ഒരു ക്രമീകരണമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അവരുടെ തെറ്റുകളെക്കുറിച്ചൊക്കെ ഒരു ബോധം വന്ന് അപ്പച്ചനുമായിട്ട് നിരപ്പ് പ്രാപിച്ചു, മക്കളുമായിട്ട് നിരപ്പ് പ്രാപിച്ചു, അവരുമായിട്ട് അയൽക്കാരായിട്ട് നിരപ്പ് പ്രാപിച്ചു, എന്തോ മരിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു കണക്ക് കൊടുക്കുമെന്നൊരു ചിന്ത കൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് വന്നിട്ടുള്ള നമ്മുടെ കർത്താവിൻ്റെ ഇടപാട് എങ്ങനെയായിരിക്കും? എന്തോ ഒരു കാര്യങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. അതേക്കുറിച്ച് കർത്താവ് പറഞ്ഞതല്ലേ, പൗലോസ് പറഞ്ഞത്, നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അത് തക്കണം. വളരെ ഗൗരവമുള്ളൊരു പ്രസ്താവനയാണ്, വളരെ ഗൗരവം. കാരണം നാം ശരീരത്തിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ജീവനോട് ഈ ഭൂമി ഇരിക്കുന്ന സമയത്ത് ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം. ഞാൻ ഒരുത്തനെ പിടിച്ച് നുന്തി, അവൻ ചെന്ന് താഴെ കൊണ്ടുവന്ന് തല പൊട്ടി. കർത്താവ് വരുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ അതിന് തക്കവണ്ണം എന്താ ചെയ്യേണ്ടത്? ഒരു വേദമുണ്ടെന്ന് പറഞ്ഞ കർത്താവ് വരുമ്പോൾ ആ ദൂതനോട് പറയും, അവനെ പിടിച്ചൊരു തെല്ലുകളിൽ അവൻ കലയിൽ അടിച്ചിട്ട് തല പൊട്ടിട്ട് തക്കതായി പ്രാപിക്കേണ്ടത് അതല്ലേ? എത്ര പേര് ഇവിടുന്ന് 2 കണക്കിന് ബാൻഡേജും ഒക്കെ ആയിട്ട് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തക്കത് സ്വീകരിക്കാനാണ് കർത്താവ് വരുമ്പോൾ തക്കത്. അത് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണത്. എൻ്റെ കർത്താവ് വരുമ്പം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തിക്കും തക്കത് എനിക്ക് തന്നാൽ എൻ്റെ സ്ഥിതി എന്താവും? ഒരുപാട് വിശ്വാസികൾക്ക് വളരെ സങ്കടകരമായിരിക്കുന്ന അനുഭവമായിരിക്കും കർത്താവിൻ്റെ വരവെന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി പെയിൻഫുൾ, വെരി പെയിൻഫുൾ. ജീവിക്കേണ്ടതുപോലെ ജീവിക്കാത്ത ചില ഭാര്യമാർക്ക് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമെന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു ബന്ധപ്പാട് ബുദ്ധിമുട്ട് വന്നറിയാമോ? കാരണം ഭർത്താവ് അത് കണ്ടുപിടിക്കുമോ, ഇത് കണ്ടുപിടിക്കുമോ, അത് കണ്ടുപിടിക്കുമോ, ഇത് കണ്ടുപിടിക്കുമോ, അയച്ചെന്ന പണമൊക്കെ ഞാൻ എങ്ങനെ ഉപയോഗിച്ചു, അല്ലേ? എനിക്ക് ആ മനുഷ്യനുമായുള്ള ബന്ധം, ഈ മനുഷ്യനുമായുള്ള എന്തെല്ലാം കാര്യങ്ങളാണ്. കർത്താവ് അങ്ങനെയാണ്. കർത്താവ് വിവാഹത്തെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ തക്കത് പ്രാപിക്കേണ്ടതിനാണ്. തക്കത് എന്നുള്ള തക്കവണ്ണം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം
അപ്പോൾ ശരീരത്തിൽ നാം ഇപ്പോൾ ഇരിക്കുന്നൊരു കാലമാണ്. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒരുങ്ങാമെന്നാണ്. അപ്പോൾ നല്ലതായാലും തീയതായാലും രണ്ടിനുമുണ്ട്. രണ്ടും പ്രോറേറ്റഡാണ്. നല്ലത് ചെയ്തവന് നല്ലത്. പ്രവാചകൻ എന്ന് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അവന് പ്രവാചകൻ്റെ പ്രതിഫലം കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ പറയണം, എനിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നല്ല കണ്ടീഷൻ വേണം ചെല്ലാൻ. ഞാൻ എൻ്റെ കർത്താവിനോട് അങ്ങനെ പ്രാർത്ഥന പറയാറുണ്ട്, കർത്താവ് സ്വർഗത്തിൽ വരുമ്പോൾ എനിക്കൊരു ബില്യനറായിരിക്കണം. ബില്യനർ, കോടീശ്വരനായ പോരാ, ശതകോടീശ്വരനായ. ഈ ഇവിടെ ഞാൻ ഒന്നുമില്ലാത്ത തെണ്ടിയായിട്ടൊക്കെ ജീവിക്കുക. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നില്ലെന്നറിയാം. ബന്ധോസിൻ്റെ ഒരുപാട് കാശുള്ളവനായിട്ടൊക്കെ നിങ്ങൾ കരുതുന്നത്. നല്ലത് അങ്ങനെ ഇരിക്കട്ടെ, കാരണം ഇല്ലെങ്കിലും ഉള്ളവനാന്നുള്ളൊരു ധാരണ നല്ലതാണ്. എങ്കിലും ഞാൻ കർത്താവിനോട് പറയാൻ, ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഇരിക്കാനൊക്കെ ഇല്ല. അവിടെ വരുമ്പോൾ എനിക്കൊരു കോടീശ്വരനായിട്ട് തന്നെ ഇരിക്കണം. പക്ഷേ അവിടെ ഞാൻ കോടീശ്വരനാകുമോ, അവിടെ ഞാൻ പാപ്പരാണോ നിശ്ചയിക്കുന്നത് ഇവിടെ എങ്ങനെ എൻ്റെ സമ്പത്ത് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കർത്താവ് തന്നെ പോയി പറഞ്ഞില്ലയോ, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കില്ല. അവരിവിടെ ഫെയിലാകുമ്പോൾ, ഇല്ലാതെയാകുമ്പോൾ പിന്നെ അവിടെ ഉണ്ടാകുമെന്നാവും. അപ്പോൾ ഇവിടെ അതിനെ ഇല്ലാതെയാക്കണം എങ്ങനെയെങ്കിലും. ഈ മാമോൻ എന്ന് പറഞ്ഞ സാധനത്തെ ഇവിടെ ഇല്ലാതെയാക്കണം. എങ്ങനെയാണ് ഇല്ലാതെയാക്കേണ്ടത്? സ്നേഹിതന്മാർക്ക് വേണ്ടി ഉപയോഗിച്ച് ഇല്ലാതെയാകും. നന്ദികേടില്ലാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളത് സ്വർഗമാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അവർ നിങ്ങളെ കൂടാരങ്ങളിലേക്ക് ചേർത്തുകൊള്ളും. ഇവിടെ നിങ്ങൾ അവരെ തൽക്കാലം നിങ്ങളുടെ കൂടാരത്തിലേക്ക് ചേർത്താൽ അവിടെ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിലേക്ക് ചേർക്കണം. സ്വർഗത്തിൽ നന്ദിയിട്ടവരുണ്ടായിരിക്കില്ല, എല്ലാവരും നന്ദിയുള്ളവരായിരിക്കും. സ്വർഗത്തിൽ കരയുന്നവർ ഒരുപാടുണ്ട്. കർത്താവിൻ്റെ ഒരു ജോലിയും അതാണെന്നല്ലോ, അവരുടെ കണ്ണീര് തുടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങാം? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക. ഇന്നാണ് കർത്താവ് വരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുമോ? എല്ലാ ദിവസവും കിടക്കുമ്പം കർത്താവ് പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ്, കർത്താവെ നീ കഴിഞ്ഞ പകൽ വന്നില്ല എന്നുള്ളതിന് നന്ദി, കാരണം വന്നിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി വളരെ മോശമാകുമായിരുന്നു. ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ കടന്നുപോയൊരു പകലാണ് കഴിഞ്ഞത്. സുവിശേഷം പറയാൻ അവസരം തന്നു, അത് ഞാൻ പറഞ്ഞില്ല. ദാനധർമ്മങ്ങൾ ചെയ്യാൻ അവസരം തന്നു, അത് ഞാൻ ചെയ്തില്ല. ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ അവസരം തന്നു, അത് ഞാൻ ചെയ്തില്ല. അതെല്ലാം ഞാൻ ഏറ്റു പറയുന്നു. നീ ഇന്ന് രാത്രി വരണമേ. അങ്ങനെ ഏറ്റു പറഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട ഒരവസ്ഥ ഞാൻ എടുക്കപ്പെട്ടിട്ട് അതൊരു പ്രാർത്ഥനയാണ്. എന്നാൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് തരണേ കർത്താവേ, നാളെ ഞാൻ ചെയ്യേണ്ടതെല്ലാം ആവോളം ചെയ്തിട്ട് നീ നാളെ വൈകിട്ടത്തേക്ക് ഞാൻ പറഞ്ഞു. നമ്മുടെ എല്ലാ മനസ്സിലെ പ്രാർത്ഥന എന്താ? കർത്താവ് ഇപ്പോൾ ഉടനെ വരരുതെന്ന അല്ലേ? അങ്ങനല്ലേ? ഇപ്പോൾ ഉടനെ വരരുത്, കാരണം വന്നാൽ നമുക്ക് വലിയ നഷ്ടമാണ്. കർത്താവിൻ്റെ വരവ് ഒരു കൂട്ടം ആളുകൾക്ക് വലിയ ലാഭമായിരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് അത് വലിയ നഷ്ടമാണ്. ഒരു കൂട്ടം ആളുകൾക്ക് അത് വലിയ സന്തോഷമായിരിക്കും, വേറൊരു കൂട്ടം ആളുകൾക്ക് അത് വലിയ ദുഃഖമാണ്. കർത്താവിൻ്റെ വരവ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും പ്രിയമുള്ളവരെ? അപ്പോൾ കർത്താവിനെ എതിരേൽക്കുവാനും വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നാണ്. ഉയരത്തിലേക്ക് നോക്കുന്ന ശിഷ്യന്മാരോട് ദൂതന്മാർ പറഞ്ഞ എന്താ? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത്? നിങ്ങളെ വിട്ടുപോയ ഈ യേശു നിങ്ങൾ കണ്ടതുപോലെ തിരികെ വരും. എന്തൊരു നല്ല പ്രസ്താവനയാണത്. അപ്പോൾ കർത്താവ് വന്നാൽ നമ്മുടെ സ്ഥിതി എന്താകും എന്നുള്ളതാണ്. ആവർത്തന പുസ്തകത്തിലും അതുപോലെ സുവിശേഷങ്ങളിലും കർത്താവിനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 12:30 അതിലെ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റീവ്. മറ്റ് സുവിശേഷങ്ങളിൽ 3 ഐറ്റമേ ഉള്ളൂ: നിങ്ങൾ പൂർണ്ണശക്തിയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ. മർക്കോസ് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും, അല്ല, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഒരുങ്ങിയിരിക്കണമെന്നാണ്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും 4 ഐറ്റംസ്. എൻ്റെ ആത്മാവിൻ്റെ എല്ലാ തലത്തിലും നിറച്ച് കർത്താവായിരിക്കണം. എൻ്റെ മനസ്സിലെ കർത്താവായി എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്ത, എൻ്റെ വികാരം, എൻ്റെ ഇച്ഛാശക്തി, ഇതെല്ലാം കർത്താവിനുള്ള ബന്ധത്തിലായിരിക്കണം. എൻ്റെ ഹൃദയം, എൻ്റെ വികാരത്തിൻ്റെ കേന്ദ്രമാണ് എൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. എൻ്റെ ശക്തി, എൻ്റെ പണത്തിൻ്റെ ശക്തി, എൻ്റെ ശരീരത്തിൻ്റെ ശക്തി, എൻ്റെ ബന്ധുമിത്രാദികളുടെ ശക്തി, എൻ്റെ കുടുംബത്തിൻ്റെ ശക്തി, എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ഇത് മുഴുവനും കർത്താവിനെ സ്നേഹിക്കാൻ ഉപയോഗിക്കണം. നമ്മൾക്ക് ഈ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നമ്മുടെ ശക്തി ഉപയോഗിച്ച് സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? 1,00,000 രൂപ ശമ്പളം കിട്ടിയ ഒരാൾ കർത്താവിനെ നന്നായിട്ട് സ്നേഹിക്കുകയെന്ന് എത്ര ആയിരം കൊടുക്കും? കർത്താവിന് 10,000 രൂപ കൊടുക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് 1,00,000 രൂപ കയ്യിലേക്ക് തന്നാൽ 90,000 എടുത്ത് മാറ്റി വെച്ച ചിന്ന നീ കൊണ്ടു 10,000. എന്തൊരു കൊടുപ്പുകാരന്, എന്തൊരു സ്നേഹം!
അമ്മാവൻ വന്നപ്പോഴേ ഒരു ബാഗ് നിറച്ച് ചോക്ലേറ്റും അതിഥം അച്ഛന് കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മാവൻ കൈ നീട്ടിപ്പം ഇല്ല, തരുമില്ല എന്ന് പറയുന്ന. പിന്നെ കുറേ നിർബന്ധിച്ചിട്ട് ഒരെണ്ണം എടുത്ത് എന്നിട്ട് എന്താ പറയുന്നറിയോ, ഇന്ന് ഞാൻ അമ്മാവനൊരു മിഠായി കൊടുത്തു. എനിക്ക് അമ്മാവനോട് എന്തോ ഒരു സ്നേഹമാണെന്നറിയാം. അതല്ലേ നമ്മുടെ ഉടുപ്പെന്ന് പറയുന്നത്. പിന്നെ സ്വാർത്ഥന്മാരായിരിക്കുന്ന ആളുകൾ, കർത്താവിനെ കളിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ആളത്വത്തിൻ്റെയും അതിപ്രധാന ഘടകങ്ങളായ അവൻ്റെ ശരീരവും അവൻ്റെ ആത്മാവും അവൻ്റെ മനസ്സും അവൻ്റെ ഹൃദയവും അവൻ്റെ ശക്തിയും കർത്താവിൻ്റെ വരവിന് വേണ്ടി തന്നെ ഒരുങ്ങിയിരിക്കണമെന്നാണ്. കർത്താവ് വരും, കർത്താവ് വേഗം വരും, കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ വരും, എന്തെല്ലാം പ്രസ്താവനകളാണ് ഉള്ളത്. അപ്പോൾ ഒരാൾ പറഞ്ഞത്, കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ വരുമെങ്കിൽ എൻ്റെ നാൾ ഒരു കള്ളനെ പോലെ ആയിരിക്കും. കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ വരുമെങ്കിൽ എൻ്റെ നാൾ ഒരു കള്ളനെ പോലെ ആയിരിക്കും. അപ്രതീക്ഷിത സമയത്താണ് കർത്താവ് വരുന്നെങ്കിൽ അപ്രതീക്ഷിത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കർത്താവിനെ കാണാൻ പോകുന്നത്. ശരിയാവില്ല. ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പഴയ പുതിയ നിയമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്താ അവിടെ പറയുന്നത്? കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ആകയാൽ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി. ഈ ജഡത്തിലെ കന്മഷമൊക്കെ അങ്ങ് പോക്കാം. എങ്ങനെ ഈ ആത്മാവിലെ കന്മഷങ്ങൾ പോക്കുന്നത്? ആകയാൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്, മേളിൽ കുറേ വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് വരുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. ഇതാണ് വേണ്ടത്. ദൈവഭയവും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കണം. ജഡത്തിലെ കന്മഷം നമുക്കറിയാം എന്തൊക്കെയാണെന്ന്, അല്ലേ? ഈ ആത്മാവിലെ കന്മഷങ്ങൾ എന്തൊക്കെയാണ്? ആത്മാവിലെ കന്മഷങ്ങൾ പ്രവൃത്തിയിലെ കന്മഷങ്ങളല്ല, ചിന്തയിലെയും വികാരങ്ങളിലെയും വാല്യൂസ്, മൂല്യങ്ങളിലെയും ഒക്കെ കന്മഷമാണ് ആത്മാവിലെ കന്മഷം എന്ന് പറയുന്നത്. ജഡത്തിലെ കന്മഷങ്ങൾ നാം ചെയ്യുന്ന പ്രവൃത്തികളാണ്, അതിൽ വരുന്ന വൈകല്യങ്ങളും അപാകതകളുമാണ്. അപ്പോൾ അതുമാത്രം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ പോരാ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിൽ ആത്മാവിലെ കന്മഷം. എത്ര വിശ്വാസികൾ ഈ ആത്മാവിലെ കന്മഷങ്ങൾ നീക്കി മനസ്സിനെ റെഡിയാക്കുന്നുണ്ട്. സ്നേഹിക്കരുതാത്തതിനെ സ്നേഹിച്ചു പോയി, കോപിക്കരുതാത്തത് കോപിച്ചു പോയി, ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ചു പോയി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ ആത്മാവിലെ കന്മഷം. കോപവും ക്രോധവും ഈർഷ്യയും പകയും പിണക്കവും ദൂഷണവും ദുർഭാഷണവും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ കിടക്കുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ അത് നമ്മൾ ചെയ്യാൻ കടപ്പെട്ടവരല്ല. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി വലിയ ഒരു ഒരുക്കം വേണം എന്ന് ചുരുക്കം. ഒരു ദിവസം നാം ചിന്തിക്കുന്ന ചിന്തകളും നാം ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളും നമുക്കുണ്ടാകുന്ന വികാരങ്ങളും അതിലെത്ര എണ്ണം കർത്താവിന് പ്രസാദമുള്ളതാണെന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കണം. കൊച്ചുകുഞ്ഞുപദേശി എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ സാധു കൊച്ചുകുഞ്ഞുപദേശി എന്നാണ് വിളിക്കുന്നത്. ഒരു സന്യാസ വീരനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം അങ്ങനെ തൻ്റെ മുറിയിലിരുന്ന് ഒരു കടലാസും പേനായും ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, എല്ലാവരും കൊച്ചുകുഞ്ഞുപദേശി അതിഭക്തനായ മനുഷ്യനെന്നാണ് പറയുന്നത്, പക്ഷേ ഞാനൊന്ന് നോക്കട്ടെ കൊച്ചുകുഞ്ഞുപദേശി എന്ത് ഭക്തനാണ്. അന്ന് രാവിലെ ഉടങ്ങി വൈകുന്നേരം വരെ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന എല്ലാ ചിന്തകളും ഞാൻ ഈ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞാനത് കൊണ്ട് എൻ്റെ ഭാര്യയെ വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ അതേക്കുറിച്ച് 2 മണിക്കൂർ എവിടെ ഇരുന്നുള്ളൂ. അത് വായിച്ച് നോക്കി പറഞ്ഞു, ഭക്തനായ കൊച്ചുകുഞ്ഞുപദേശി 2 മണിക്കൂറിലെ ചിന്ത ഭാര്യയെ പോലും കാണിക്കാൻ കൊള്ളുകയില്ലെന്ന് വലിച്ചുകീറുകളെ. അതാണ് സത്യം. പ്രസംഗിക്കുമ്പം തന്നെ എന്തെല്ലാം ചിന്തകളാണ് വരുന്നത്. നമുക്കത് ഒക്കുകയില്ലെന്നേ. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി വിശുദ്ധിയിൽ നാം തികയണമെന്നാണ്. വിശുദ്ധിയിൽ നാം തികയണം. ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം വിശുദ്ധി തികയുക എന്നുള്ളതാണ്. അശുദ്ധി തികയുവാനായിട്ട് നാം ഒന്നും ചെയ്യേണ്ട, പക്ഷേ വിശുദ്ധി തികയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മകനോ മകളോ അമേരിക്കയിലായിട്ട് 10 വർഷമായി ഇന്ത്യയിലേക്ക് വന്നില്ല, ഇപ്പോൾ വിളിക്കുകയും ഇച്ചിരി കാശ് അയച്ചു തരികയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു എഴുത്ത് കിട്ടി, അല്ലെങ്കിൽ അറിയിപ്പ് കിട്ടി, അടുത്ത മാസം 10-ാം തീയതി ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. 10 കൊല്ലമായി വന്നിട്ട് നിങ്ങളുടെ പ്രതികരണം എങ്ങനെ ഇരിക്കും? ഓ, വരാനൊന്നും പോകുന്നില്ല, 10 കൊല്ലമായി വന്നിട്ട് ഇപ്പോൾ ആശിപ്പിക്കാൻ അങ്ങനെ പറയാം.
അങ്ങനെ പറയുന്നവരാണെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് എന്തു പറയും? മക്കളുടെ വാക്കിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്തവരാണ്, മക്കൾ വരണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. എന്നാൽ 10 കൊല്ലമായി ശരി വന്നില്ല, കാണാനുള്ള ഭയങ്കര ആഗ്രഹത്തിൽ വരുന്നു എന്ന് കേട്ടു. വരുന്നുവെന്ന് കേട്ടത് മുതൽ ആ വീട്ടിലൊരു ഉത്സവം ആരംഭിക്കുകയാണ്. ഭയങ്കര ഉത്സവം, ഭയങ്കര പ്രതീതി. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇടിക്കുന്നു, പൊട്ടിക്കുന്നു, മസാലകൾ, അരിയുണ്ട ഉണ്ടാക്കുന്നു, ആ ഉണ്ട ഉണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു, കൊള്ളപ്പം ഉണ്ടാക്കുന്നു, അച്ചപ്പം ഉണ്ടാക്കുന്നു എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ്. പിന്നെ മോനിഷ്ടമുള്ളത്, മരുമകൾക്ക് ഇഷ്ടമുള്ളത്, പിള്ളേർക്ക് ഇഷ്ടമുള്ളത് എല്ലാം അല്ലേ. എന്നാൽ ഇതൊന്നുമില്ല. മകൻ വരുന്ന സമയത്ത് എയർപോർട്ടിലും പോയില്ല, എങ്ങും പോയില്ല. അവൻ വന്നു, വീടും പൊട്ടിയപ്പോൾ വീട്ടിലാരുമില്ല. ആ മകൻ എന്ത് തോന്നും? ഞങ്ങൾക്ക് വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുന്ന സ്നേഹനിർഭരരായ മാതാപിതാക്കളല്ലേ. നമ്മളിപ്പോൾ കർത്താവ് തോന്നാൻ പോകുന്നു അങ്ങനെയാകട്ടെ. 2000 കൊല്ലമായി ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ വരുന്നു, വേഗം വരുന്നു. വരുന്നതിൻ്റെ പല അടയാളങ്ങളും അവരോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്നപ്പോൾ ഇവരെ ഒരാളെ കാണാനില്ല. എന്തോ ഒരു സ്നേഹമാണ്. ഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കേന്ദ്രമാണ്, വൈകാരികതയും കേന്ദ്രമാണ്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണമെന്നൊക്കെ പറയുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, കർത്താവിനല്ലാതെ ആർക്കും ഹൃദയത്തിൽ ഇടമില്ലാത്ത ഒരു സ്നേഹം, കർത്താവിനല്ലാതെ ആർക്കും ഇടമില്ലാത്ത സ്നേഹം. രണ്ടാമത്, കർത്താവിനുള്ളത് പൂർണ്ണമായും കർത്താവിന് നൽകിയ ശേഷം മാത്രം മറ്റാരെയെങ്കിലും മറ്റെന്തിനെങ്കിലും പരിഗണിക്കുന്ന ഒരു സ്നേഹം. അതത്ര മനോഹരമായിരിക്കും. അനേകരെയും സ്നേഹിക്കുവാൻ കർത്താവ് തന്ന കൽപ്പന നമുക്കൊന്നുണ്ട്. സഹോദരന്മാരെ സ്നേഹിക്കാനും മാതാപിതാക്കളെ സ്നേഹിക്കാനും ഒക്കെ ഉണ്ടെങ്കിലും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അല്ലേ. പൂർണ്ണം കൊടുത്താൽ പിന്നെ മറ്റുള്ളവർക്ക് എന്താ കൊടുക്കുന്നത്? പൂർണ്ണം കൊടുത്താൽ പിന്നെ എന്താ കൊടുക്കുന്നത്? കർത്താവ് പറഞ്ഞ് എനിക്കും കുറച്ച് അവർക്കും കുറച്ച് കൊടുക്കുക, എനിക്കിച്ചിരി കൂടുതലാ. അങ്ങനെയല്ലല്ലോ കർത്താവ് പറഞ്ഞത്. കർത്താവിന് പൂർണ്ണ ഹൃദയം, നിൻ്റെ ഹൃദയം മുഴുവനും തരിക, നിൻ്റെ മനസ്സ് മുഴുവനും തരിക, നിൻ്റെ ശക്തി മുഴുവനും തരിക, നിൻ്റെ ഹൃദയം മുഴുവൻ തരിക. അപ്പോൾ അങ്ങനെ കർത്താവിന് വേണ്ടി മുഴുവനും കൊടുക്കാനുള്ള ഒരു ശാരീരിക ശക്തിയും മാനസിക ശക്തിയും ബുദ്ധിശക്തിയും സാമ്പത്തിക ശക്തിയും, ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ശക്തി സ്രോതസ്സുകളും കർത്താവിന് വേണ്ടി കൊടുക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് മാത്രമല്ല, അങ്ങനെ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവരാണ് കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകൾ. നമ്മളൊക്കെ ഇങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നത്, ഈ സ്തോത്രാഴ്ച ഇടുന്നതിന് മുമ്പല്ലേ ആ സമയത്തൊരു പാട്ട് പാടും. എന്താണെന്ന് ചോദിച്ചാൽ, ഈ കർത്താവ് ഈ ആഴ്ച വന്നാൽ ഇനി അടുത്ത ആഴ്ച കൊടുക്കണ്ടല്ലോ, ഇത് അവസാനത്തെ കൊടുക്കുകയാണല്ലോ എന്നുള്ള നിലയിൽ ആ പാട്ടിരിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾ ഈ സ്തോത്രാഴ്ച എടുക്കുന്ന നേരം എന്തിനാണ് കർത്താവ് വരുന്നു എന്ന് പറയുന്നത്? അതുമായിട്ടുള്ള ലോജിക്ക് എന്താ? അതുകൊണ്ട് പല സഭകളിലും സങ്കീർത്തനം വായിച്ച് ദൈവത്തെ സ്തുതിച്ച ഉടനെയാണ് അവർ സ്തോത്രമായിട്ട് എടുക്കുന്നത്. കാരണം അവൻ പറഞ്ഞ അവൻ ശക്തിക്കും ധനത്തിനും മഹത്വത്തിനും യോഗ്യനാണ്. അപ്പം നമ്മൾ ശക്തിയും മഹത്വവും ബഹുമാനവും കൊടുത്തു, ഇനി നമ്മുടെ പണം കൂടെ കൊടുക്കാം, അവൻ അതും ധനവും വാങ്ങാൻ യോഗ്യനാണ്. അപ്പം നുറുക്കിയത് കാശ് കൊടുക്കുന്നതിൻ്റെ കാര്യം തന്നെ കൊടുക്കുന്നത് തെറ്റാണെന്നും അല്ല, ഞാൻ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എന്നാലും അതിന് ലോജിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. നീ ഇച്ചിരി അപ്പവും പാനപാത്രവും തന്നതല്ലേ, എന്ന് വെച്ചിട്ട് കാശ് തന്നേക്കാം. അങ്ങനെയല്ല. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും ധനവും കഴിവും കൃപാസും എല്ലാം കുടുംബവും എല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. മോണോമാനിയാക്ക് എന്ന് പറയാറുണ്ട്. മോണോമാനിയാക്ക്, ചില ആളുകളെ വിളിക്കും ഈസ് എ മോണോമാനിയാക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഒരേ വിഷയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾ, ഒരേ വിഷയം മാത്രം. കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ വിശ്വാസികളെല്ലാം മോണോമാനിയാക്സ് ആയിരിക്കണം. എപ്പോഴും ഒരേ വരാതിരിക്കലും വരും, ഇപ്പോൾ വരും, ഇന്ന് വരും, ഇന്ന് രാത്രി വരും, വന്നേ നോക്കൂ, വന്നേ തീരും. അതിലും പ്രാർത്ഥനയിലും വരണേ കർത്താവേ ആമേൻ, കർത്താവേ വരണേ. ഒരുമാതിരി മോണോമാനിയാക്കായിട്ട് ജീവിക്കുക കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ എപ്പോഴും. ടൗൺസെൻഡ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ അങ്കിൾ ക്യാം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്കിൾ ക്യാമിന് മിഷൻ പ്രവർത്തനം ചെയ്യണം, സുവിശേഷം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അദ്ദേഹം ഡസൻ കണക്കിന് മിഷൻ ബോർഡുകൾക്ക് അപേക്ഷ അയച്ചു. അവരാരും അദ്ദേഹത്തെ പരിഗണിച്ചില്ല. കാരണം അദ്ദേഹത്തിന് ബൈബിൾ കോളേജ് ഡിഗ്രി ഇല്ലായിരുന്നു, സെമിനാരി ഡിഗ്രി ഇല്ലായിരുന്നു, ഗ്രീക്ക് അറിയില്ലായിരുന്നു, ഹീബ്രു അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആപ്ലിക്കേഷൻ വരച്ചു കൊടുക്കുന്നതിൻ്റെ അകത്ത് കോളേജ് ഡിഗ്രി നോ, 10ാം ക്ലാസ് വരെ ഉള്ളൂ, ഗ്രീക്ക് ലാംഗ്വേജ് നോളജ് നോ, ഹീബ്രു നോ, എല്ലാം നോ. ഇനി അഡീഷണൽ റിമാർക്കായിട്ട് സുവിശേഷം പറയാൻ എനിക്ക് അറിയാം, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഭാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, എന്നെ ദയവായി നിങ്ങൾ പരിഗണിക്കണം.
അയാളൊരു മോണോമാനിയാക്കാരുത് സുവിശേഷത്തിൻ്റെ കാര്യത്തിൽ. അവസാനം ഒരു മിഷൻ ബോർഡ് പറഞ്ഞു, ഈ മനുഷ്യനെ 100 മിഷൻ ബോർഡുകൾക്ക് അപേക്ഷിച്ചിട്ട് ഒരുത്തരും എടുത്തില്ല, നമുക്ക് അവനെ ഒന്ന് എടുത്തു കളയാം. അദ്ദേഹമാണ് ലോകപ്രശസ്തനായ വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ സ്ഥാപകൻ. ഗ്രീക്കും അറിയില്ല, ഹീബ്രു അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ടൗൺസൻസ് സ്ഥാപിച്ച ബൈബിൾ സൊസൈറ്റി കൊണ്ട് ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും ബൈബിൾ പരിഭാഷ ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചാൽ ഹി വാസ് എ മോണോമാനിയാക്ക്. സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി അതുപോലെ മോണോമാനിയാക്കാകണമെന്ന് ഞാൻ പറയും. അത് തന്നെ എപ്പോഴും ചിന്തയും പറയും. എവിടെ ചെന്നാലും വരും, വരാതിരിക്കില്ല, വരും, ഇന്ന് വരും, ഇന്നിൻ്റെ നാളെ വരും, ഇന്ന് രാത്രി തന്നെ വരും, വരുമെന്നേ, വരും വരും. നമ്മളാരും തന്നെയായിരിക്കുമ്പോൾ അങ്ങനൊന്നും പറയാറില്ലുണ്ടോ വരും വരുമെന്ന്? നമ്മുടെ മനസ്സിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ്. പണ്ടൊരു വല്യമ്മച്ചിയുടെ മോളെ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്തിട്ട് വല്യമ്മച്ചി വരാന്തേ ഇരിക്കുക. ഡോക്ടറോ നേഴ്സ് വന്നിട്ട് കുട്ടിയാണോ പെണ്ണോ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഒരു മനുഷ്യനവിടെയുണ്ട്, നീണ്ട മുടിയും ഒക്കെ ആയിട്ട് റിബണും ഒക്കെ ഇട്ട്, ഇവിടെ 2 വളയൊക്കെ ഇട്ട്, കാതിലൊക്കെ ഇട്ടിട്ട്, ഇവനും അവൻ്റെ ഭാര്യ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കും. അപ്പോൾ അവനിങ്ങനെ കൂട്ടിക്കിടക്കുന്ന സിംഹം പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവൻ പറയുകയാണ്, ഇറ്റ്സ് എ ബോയ്, ഇറ്റ്സ് എ ബോയ്, ഇറ്റ്സ് എ ബോയ്. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ നീ ഇത് കൂടെ പറഞ്ഞില്ലേ, ഞാൻ ഈ പെണ്ണാന്ന് വിചാരിക്കുമായിരുന്നു, നിന്നെ കണ്ട ഒരു പെണ്ണിനെ പോലെ ഇരിക്കുന്നു, നീ കൂടെ ഇറ്റ്സ് എ ബോയ്, ഇറ്റ്സ് എ ബോയ്. അവൻ്റെ ഭാര്യ പ്രസവിച്ച് ആങ്കൊച്ചായിരിക്കുമെന്ന് അവൻ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. കാരണം എന്താ, നമ്മുടെ താല്പര്യങ്ങൾ മുഴുവൻ എവിടെയാണ്? നമ്മുടെ താല്പര്യങ്ങൾ മുഴുവനും ഭൗതികമായ വസ്തുക്കളിലാണ്. എന്നിട്ട് പിന്നെ വല്ലപ്പോഴും നമ്മൾ കൂടി വന്നിട്ട് കർത്താവ് വരും, വേഗം വരും, വരുന്നത് തോന്നാഥൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ, വാക്കുകൾ, നമ്മുടെ ധനത്തിൻ്റെ ഉപയോഗം, നമ്മുടെ കഴിവുകളുടെ ഉപയോഗം, നമ്മുടെ കൃപാവരങ്ങളുടെ ഉപയോഗം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മക്കളെ വളർത്തുന്നത് എല്ലാം അതിനുവേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടത്? എല്ലാം അതിനു വേണ്ടിയാണ്. ഇതിലെല്ലാം വല്ല റെലവൻസി ഉണ്ടോ? മക്കളെ വളർത്തുന്നതും കർത്താവിൻ്റെ വരവുമായിട്ട് വല്ല റെലവൻസി ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അതെന്താ? വേണ്ടേ? നമ്മുടെ റബ്ബർ തോട്ടവും കർത്താവിൻ്റെ വരവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? വേണ്ടേ? വേണം, നമുക്കില്ല. പക്ഷേ വില്യം ടൗൺസെൻ്റ് അല്ലെ അങ്കിൾ ക്യാമ ഇൻ്റർവ്യൂവിന് പോയെടുത്ത് അതേക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നാൽ എനിക്ക് സുവിശേഷം പറയാൻ അറിയാം. നിങ്ങൾ സെമിനാരിൽ പോയിട്ടുണ്ടോ? ഇല്ല, എന്നാൽ എനിക്ക് സുവിശേഷം പറയാൻ അറിയാം. നിങ്ങൾക്ക് ഗ്രീക്ക് അറിയാമോ? ഇല്ല, എനിക്ക് സുവിശേഷം പറയാൻ അറിയാം. നിങ്ങൾക്ക് ഹീബ്രു അറിയാമോ? എനിക്ക് സുവിശേഷം പറയാൻ അറിയാം. നിങ്ങൾക്ക് പ്രസംഗശാസ്ത്രം അറിയാമോ? ഇല്ല, എനിക്ക് സുവിശേഷം പറയാൻ അറിയാം. ഇത് തന്നെ അദ്ദേഹത്തിന് ഉത്തരം. എത്ര നേരം പറഞ്ഞാലും നോ, പക്ഷേ എനിക്ക് സുവിശേഷം പറയാൻ അറിയാം. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസവും കർത്താവിൻ്റെ വരവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നിങ്ങളെന്ത് ചെയ്യുന്ന ജോലിയും കർത്താവിൻ്റെ വരവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസവും നിങ്ങൾ കർത്താവിൻ്റെ വരവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾ പണ്ടത്തെ വീടും കർത്താവിൻ്റെ വരവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? 100 കാര്യങ്ങളോട് ചോദിക്കാം. ഇതിനെന്തോ കോറിലേഷൻഷിപ്പ് ഉണ്ട്, വല്ല ബന്ധമുണ്ടോ? ഇല്ല, രണ്ടിൻ്റെ വഴിക്ക് പോകും. കർത്താവ് വന്നിട്ട് അവൻ്റെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്. നമ്മുടെ സമ്പത്തിനെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം എങ്ങനെ ഒരുങ്ങണമല്ലേ? 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കൃപാവരത്തിൽ കുറവ് കാണുകയില്ല. അതെങ്ങനെയാണ്? ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള കൃപാവരങ്ങൾ നിങ്ങൾ അതിൻ്റെ ഫുൾ എക്സ്റ്റെൻറ്റിൽ ഉപയോഗിക്കും. എന്നിട്ട് നിങ്ങൾ കൂടുതൽ ചോദിക്കും, കർത്താവേ ശ്രേഷ്ഠവരങ്ങൾ വേറെയും വരങ്ങൾ തന്നെ എന്ന്. അതാ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഒരു കൃപാവരത്തിൽ കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇപ്പോൾ കൊരിന്ത്യയിലെ സഭയെക്കുറിച്ച് പൊതുവിൽ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് എല്ലാ കൃപാവരവും ഉള്ളവരായിരുന്നു. പക്ഷേ എല്ലാ കൃപാവരവും ഉപയോഗിക്കുന്നതില്ല. അവർ ചില കൃപാവരങ്ങൾ മാത്രം ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ പൗലോസ് പറഞ്ഞ് പോരാ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല. നിങ്ങൾക്ക് എന്തോ കൃപാവരം കർത്താവ് എന്നുള്ളത് അറിയാമോ? എനിക്കെന്ത് കൃപാവരങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറയാൻ സന്തോഷത്തോടെ അത് ഞാൻ ഉപയോഗിക്കുന്നുമുണ്ട്. ഇനിയും കുറച്ച് കൃപാവരം കൂടെ തന്നിരുന്ന് ഉപയോഗിക്കാവുന്നുമുണ്ട്. പക്ഷേ കർത്താവ് തരുന്നില്ല. കർത്താവ് പറഞ്ഞു, മകനെ സമയമൊക്കെ കഴിഞ്ഞു, നീ 82 വയസ്സായി, ഇനിയും കൃപാവരവും കൊണ്ടൊക്കെ നിന്നെ കൊണ്ടൊന്നും നോക്കുകയില്ല, നിൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുക്കാം. അപ്പോൾ കൃപാവരങ്ങളിൽ കുറവില്ലാത്ത അവസ്ഥ ഒരു ചർച്ചിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ദാറ്റ് ചർച്ച് ഈസ് റെഡി. കാരണം എന്താണ്? നീ തന്നിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും പെർഫെക്റ്റായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ യൂസിങ് ഇറ്റ് പെർഫെക്റ്റ്ലി.
വി ആർ റെഡി. പ്രായോഗിക തലത്തിൽ പറഞ്ഞാൽ ദൈവം എനിക്ക് തന്നിട്ടുള്ള കൃപാവരങ്ങളുടെ വളർച്ചയും ഉപയോഗവും സംബന്ധിച്ച് യാതൊരു കുറവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ കർത്താവിനെ വേണ്ടി കാത്തിരിക്കുന്നത്. കർത്താവിൻ്റെ ഉപമയിലെ ആശയം അതുതന്നെയാണ്. 10 താലന്തുകാരനും 5 താലന്തുകാരനും 2 താലന്തുകാരനും ഒക്കെ എന്ത് ചെയ്യണം? ആരും പൂഴ്ത്തി വെക്കരുത്, എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് വരുമ്പോൾ പറയണം 10 കൊണ്ട് 10 കൂടെ നേടി, 5 കൊണ്ട് 5 കൂടെ നേടി, 2 കൊണ്ട് 2 കൂടെ നേടി, ഞാൻ കുഴിച്ചിട്ടു, ഇതാ നിൻ്റെ എടുത്തുകൊള്ളുക എന്ന് പറയുന്ന ഒരവസ്ഥ വരരുത്. അവരൊന്നും യജമാനം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളല്ല. നിങ്ങൾക്ക് തന്ന കൃപാവരം എന്താണ്? കൃപാവരത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? നിങ്ങൾ എത്ര കൂടെ നേടി? അപ്പോൾ കർത്താവിൻ്റെ സഭയും കർത്താവിൻ്റെ മക്കളും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? കർത്താവിൻ്റെ ഉപമകളെടുത്താൽ എന്താ കർത്താവിൻ്റെ ഉപമയിലെ സാരം? വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുക. അതാ കർത്താവ് പറഞ്ഞ വ്യാപാരം, ബി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ്. നിങ്ങൾക്ക് തന്ന ഈ താലന്ത് കൊണ്ടുപോയി വ്യാപാരം ചെയ്യുക എന്നാണ് പറഞ്ഞത്. നിന്നെ രക്ഷിച്ചിട്ട് കർത്താവ് നിനക്ക് ചില താലന്തുകൾ തന്നു. പ്രസംഗിക്കാനുള്ള താലന്തോ, പഠിപ്പിക്കാനുള്ള താലന്തോ, നൽകാനുള്ള താലന്തോ, സഹായത്തിനുള്ള താലന്തോ, ഉപദേശിക്കാനുള്ള താലന്തോ, ഭരിക്കാനുള്ള താലന്തോ, എന്തെല്ലാം താലന്തുകളാണ്. എന്ത് പറഞ്ഞാൽ കൊണ്ടുപയോഗിക്കണമെന്ന് പറയും. ഈ താലന്ത് കൊണ്ട് പോയിട്ട് വേറെ പല പരിപാടികളുമായിട്ടിരിക്കുക. എന്നിട്ട് പറയാം കർത്താവ് വരട്ടെ, കർത്താവ് വരട്ടെ. ഇത് ശരിയല്ല, ഈ പോക്കേ ശരിയല്ല. 2 തിമോത്തിയോസ് 4:8 കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ വരവിനായി പ്രിയം വെച്ച് അധ്വാനിച്ച സകലർക്കും നീതിയുടെ കിരീടം നൽകുമെന്നാണ്. കർത്താവിൻ്റെ വരവിനെ പ്രിയം വെച്ച് അധ്വാനിച്ച സകലർക്കും. അപ്പോൾ കർത്താവിൻ്റെ വരവിനായിട്ട് പ്രിയം വെച്ചെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? അധ്വാനിക്കും. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളിലൊന്ന് ഈ ലേസിനെസ്സാണ്, അലസത. പ്രിയം വെച്ചു എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ ഹൂ ഹാവ് ലൗഡ് ദി അപ്പിയറൻസ് എന്നാണ്. ഹൂ ഹാവ് ലൗഡ് ദി അപ്പിയറൻസ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയെ സ്നേഹിച്ച ആളുകൾ അവരധ്വാനശീലരായിരിക്കും. 1 സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്തത്. കർത്താവ് പത്രോസിനോട് ചോദിച്ചത്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്നല്ലേ ചോദിച്ചത്. ഓരോ പ്രാവശ്യം പ്രിയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എന്നാൽ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക, എൻ്റെ ആടുകളെ മേയിക്കുക എന്നൊക്കെയല്ലേ. സ്നേഹമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ബിസിയായിരിക്കും. കർത്താവിൻ്റെ ആടുകളെ പരിപാലിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ ബിസിയായിരിക്കും. കർത്താവെ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ അതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് ഒക്കുകയില്ല എന്ന് പറയുന്ന ടൈപ്പ് ആളുകളാണ്. കർത്താവ് ശിമോൻ പത്രോസിനോട് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ പത്രോസ് അല്പമൊക്കെ ഉത്തരം പറഞ്ഞൊക്കെ ഒഴിയാനായി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നു ചോദിച്ചു, പറഞ്ഞു ഇല്ല നീ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കർത്താവ് അങ്ങനെ തന്നെ തിരിച്ചു ചോദിച്ചു, അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നു. ഇല്ല കർത്താവ് നിസ്വാർത്ഥമായി അല്ല, നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നു. ഏതായാലും പത്രോസ് പൊട്ടിക്കരഞ്ഞു. കാരണം പത്രോസിൻ്റെ യാഥാർത്ഥ്യമില്ലായ്മ കർത്താവിൻ്റെ വെളിവാക്കി. മറ്റു വിധത്തിൽ പത്രോസ് കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നു. തെറ്റൊക്കെ പറ്റിയെങ്കിലും. ഇപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ജലം ധരിച്ച് ഈ ഭൂമിയിൽ വന്നതാണ്. അതാണ് അവൻ്റെ ഒന്നാമത്തെ വരവ്. തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ താൻ വീണ്ടും വരുമ്പോൾ ചേർക്കുമെന്നാണ് 2 തിമോത്തിയോസ് 4:8 അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഉണ്മയായി സ്നേഹിക്കുന്ന അപ്പനും അമ്മയും മക്കളുടെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നാം നമ്മുടെ കർത്താവിനെ കാണുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കണം. നല്ല ഓട്ടവും തികച്ച വിശ്വാസവും കാത്ത് ദൈവം തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുക. എത്ര മനോഹരമായിരിക്കുന്ന ചിത്രങ്ങളാണ് ഉള്ളത്. മണവാളനെ കാണാൻ മണവാട്ടി അല്ലേ നോക്കി പാർക്കുന്നു. ചില പാട്ടുകാരൊക്കെ വളരെ ഭംഗിയായിട്ട് അത് പാടിയിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം എന്ന് വേണം ഞാൻ വിചാരിക്കാൻ. യോഹന്നാൻ പറഞ്ഞത്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷനായിട്ടില്ല, എന്നാൽ നാം അവനെ കാണുമ്പോൾ അവനോട് സദൃശന്മാരായി. എന്നിട്ട് പറഞ്ഞ് ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. കർത്താവിനെ കാണുമ്പോൾ കർത്താവിനെ പോലെ ആകൂ എന്ന പ്രത്യാശ ഉള്ളവൻ കർത്താവ് വരാൻ വേണ്ടി കാത്തിരിക്കുകയില്ല അവനെ പോലെ ആകാൻ. ഇപ്പം തന്നെ അവനെ പോലെ ആകും, നിർമ്മലീകരിച്ച് ശുദ്ധീകരിച്ച് കാത്തിരിക്കും. കർത്താവ് വരുമ്പോൾ ആകൂല. കർത്താവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആകൂല. പിന്നെ ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതല്ല കാത്തിരിപ്പ്. പൗലോസ് പറഞ്ഞു, തീത്തോസ് 2 പറഞ്ഞു, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതാണ്. വിടേണ്ട കാര്യങ്ങളെല്ലാം വിടണം, ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കണം, എന്നിട്ട് സ്വീകരിക്കേണ്ടതെല്ലാം സ്വീകരിക്കണം. അങ്ങനെ വേണം കർത്താവിനെക്കുറിച്ച് കർത്താവിനെ കാത്തിരിക്കാനായിട്ട്. ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പത്രോസ് ആ വാക്കുകൾ പറഞ്ഞത്. പത്രോസും തൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ
അതേ ആശയം തന്നെ പറഞ്ഞു. കർത്താവിൻ്റെ ദിവസം എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ട് നാം എങ്ങനെ ജീവിക്കണം എന്നാണ് പറയുന്നത്. നാം എത്ര വിശുദ്ധ ജീവനും ഭക്തിയുള്ളവരായിരിക്കണം. കർത്താവ് ഇങ്ങനെയാണ് വരുന്നത് പറഞ്ഞിട്ട് പറയാം, നാം എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. VIPസിനെയൊക്കെ സ്വീകരിക്കാനായിട്ട് പോകുന്ന ആളുകൾ അവർ സാധാരണ വേഷത്തിലൊന്നുമല്ല പോകുന്നത്, സ്പെഷ്യൽ ഒരുക്കം. അപ്പോൾ കർത്താവ് വരുമെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റം ഉരച്ചു നോക്കും. 24 കാരറ്റ് അല്ലെന്ന് കണ്ടാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു 24:14, ഈ സുവിശേഷം സകല ജാതികൾക്കും സത്യമായിട്ട് സാക്ഷ്യമായിട്ട് ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. എനിക്കിഷ്ടമുള്ളൊരു വാക്യമാണ്. കർത്താവ് വരുന്നു എന്ന് പറയുകയും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആണെങ്കിൽ എന്തു ചെയ്യും? സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കും. കാരണം ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരുമെന്നാണ്. മത്തായി 28 അത് തന്നെയാണ് പറഞ്ഞത്. ലോകത്തിൻ്റെ അവസാനത്തോളം പോയി പ്രസംഗിക്കും, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഈ ദൗത്യം തീരുമ്പോഴാണ് അവസാനം വരുന്നത്. അതിനി പോസ്റ്റ് മില്ലീനിയലോ പ്രീ മില്ലീനിയലോ നിങ്ങൾ ഏതുമാകട്ടെ, കർത്താവിൻ്റെ വരവ് കർത്താവിൻ്റെ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സുവിശേഷം പറയാത്ത ആളുകൾ എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. സുവിശേഷം പറയാതെ എങ്ങനെയായിരിക്കുന്നത്? 90 വയസ്സുള്ള ഒരാൾ എബ്രായ ഭാഷ പഠിക്കാനായിട്ട് തുടങ്ങി. വേറൊരാളിന് ചോദിച്ചു, എൻ്റെ അപ്പച്ച ഈ എബ്രായ ഭാഷ ഈ 90 വയസ്സാകും പഠിക്കണോ? അപ്പോൾ ചോദിച്ചാൽ ഇപ്പം പഠിച്ചില്ല, ഇനി ഞാൻ എപ്പോഴാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുകയാണ്, ഈ 82ാമത്തെ വയസ്സിൽ പോയി സുവിശേഷം പറഞ്ഞില്ലേ, പിന്നെ എൻ്റെ ഏത് വയസ്സിലാണ് പോയി സുവിശേഷം പറയാൻ പോകുന്നു? അതുകൊണ്ട് ആവോളം എല്ലാ ആഴ്ചയും വയ്യായെങ്കിലും പോവും സുവിശേഷം പറയാൻ. എൻ്റെ കർത്താവിനെയും ബോധ്യപ്പെടുത്തേണ്ട, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ വചനം അങ്ങനെയല്ലേ പറയുന്നത്, ഈ സുവിശേഷം സർവ്വജാതികൾക്കും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. 1 കൊരിന്ത്യർ 15:58 അത് തന്നെയല്ലേ പറയുന്നത്. കർത്താവിൻ്റെ വരവ് സംബന്ധിച്ച് സുബോധമുള്ളവർ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരും. അങ്ങനെയാണ്. ആകയാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാൻ നമ്മുടെ പ്രത്യാശയെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നമ്മുടെ ഉൽപ്രാവണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയും, ആകയാൽ സഹോദരന്മാരെ നമുക്ക് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വേലയിൽ വർദ്ധിച്ചു തരണം. നമ്മളെന്താ പറയുന്നത്? സുവിശേഷ വേലയ്ക്ക് പോകാനൊത്തില്ല, പശുവിന് പ്രസവം എടുത്തിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ റബ്ബർ വെട്ടാനായിട്ട് വെട്ടുകാരെടുത്ത് വന്നപ്പോഴത്തേക്ക് ഉച്ചയായി, അല്ലെങ്കിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കൂട്ടുകാരൻ കയറി വരുന്നത്. നോക്കണേ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പകരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് ദൂതന്മാരും അവിടെ നിന്ന് അങ്ങനെ പറയും, അവൻ പാർട്ടി മോശമാണ്, അവരെ പ്രതീക്ഷിക്കേണ്ട കർത്താവേ, അവനങ്ങനെ നിൻ്റെ വരവിന് വേണ്ടി ഒന്നും കാത്തിരിക്കുകയൊന്നുമല്ല. എത്ര ദിവസമാണ് സുവിശേഷം പറഞ്ഞിട്ട് നിൻ്റെ വരവിന് കാത്തിരിക്കുക? പ്രസംഗം കേട്ടപ്പം നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ കാത്തിരിക്കുക. തട്ടിപ്പ കർത്താവ്, ഒരു മനുഷ്യനോട് സുവിശേഷം പറഞ്ഞ് 1 മാസമായി, എന്നിട്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എഴുന്നേറ്റ് പ്രസംഗിക്കുക. ഘോരം. ഇതാരെ കൽപ്പിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? ഒരു കാര്യമില്ല സഹോദരന്മാർ, ഒരു കാര്യമില്ല. വെളിപ്പാട് ദിവസം 2-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം നമുക്കറിയാം. എഫെസോസിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ ഗുണങ്ങളുമുള്ള സഭയാണ്, പക്ഷേ ഒരു ദോഷം പറയാനുണ്ട്. എന്തായിരുന്നു ദോഷം? നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. ആദ്യ സ്നേഹം, എന്ത് ഈ ആദ്യ സ്നേഹം എന്നുള്ളത് ഭയങ്കര. എന്നിട്ട് പറഞ്ഞു, നീ ചെയ്തു വന്ന പ്രവൃത്തി മാനസാന്തരപ്പെട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അവരുടെ പറ്റിപ്പോയെന്നാൽ അവർ ചെയ്തു വന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു, അവരോട് സ്റ്റോപ്പ് ചെയ്തു. ആകയാൽ നീ മാനസാന്തരപ്പെട്ട് ചെയ്തു വന്ന പ്രവൃത്തി ചെയ്യാനാണ് പറഞ്ഞത്. എന്തായിരിക്കും അവർ നിർത്തിക്കളഞ്ഞത്? അപ്പം നിർത്തിയെന്ന് വിചാരിക്കാൻ ന്യായമുണ്ടോ? ഫെലോഷിപ്പ് മീൽ അത് നിർത്തിക്കളഞ്ഞ് വിചാരിക്കാൻ ന്യായമുണ്ടോ? സ്നേഹിമനം നിർത്തിക്കളഞ്ഞെന്ന് വിചാരിക്കാൻ ന്യായമുണ്ടോ? ഇന്നത്തെ സഭകളുടെ എല്ലാം ചരിത്രമെടുത്താൽ നിർത്തിക്കളയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് സുവിശേഷ വേല. കർത്താവ് പറഞ്ഞു, നിൻ്റെ നിലവിളക്ക് നീക്കിക്കളയും. കാരണം വിളക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം കാണാനുള്ളതാണ്. നീ ഈ വിളക്ക് കത്തിച്ച് കൊടുത്തില്ലെങ്കിൽ ഞാനത് നീക്കിയിട്ട് വല്ല ബന്ധുക്കോസുകാരനെയോ വേറെ ആരെങ്കിലും അവിടെ കൊണ്ടുവെക്കും. മാനസാന്തരപ്പെട്ടോളാണ് പഴയ പ്രവൃത്തി ചെയ്യാൻ. നമ്മുടെയൊക്കെ സഭകളുടെ ആരംഭത്തിൽ എന്തോ ഒരു സുവിശേഷ വേലയായിരുന്നു. എല്ലാ 2-ാം ശനിയാഴ്ച മാത്രമല്ല, പരസ്യയോഗങ്ങളെ സുവിശേഷ പ്രവർത്തനങ്ങളെ എല്ലാം. എന്നിട്ട് സഭ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പുരോഗമിച്ചപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു യാതിൻ്റെ ഒന്നും ആവശ്യമില്ല. കർത്താവ് താൻ മുന്നറിഞ്ഞവരെ എന്ത് ചെയ്യും? രക്ഷിച്ചുകൊള്ളുന്നു. നാം അതിനുവേണ്ടി അധ്വാനിക്കേണ്ട കാര്യമേ ഇല്ലെന്നാ പറയുന്നത്. ഇപ്പം പിന്നെ നമ്മൾ കർത്താവിൻ്റെ 2-ാം വരവിനെ പറ്റിയുള്ള നല്ല പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ്. 10 കന്യകമാരെ പോലെയാ, വിളക്കുണ്ട് കയ്യിൽ, എണ്ണയില്ലെന്നുള്ളതേ ഉള്ളൂ. നാമധേയ ക്രിസ്ത്യാനികളെല്ലാം കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്നവരല്ലേ അവരെല്ലാം. പിന്നെ പക്ഷേ സുവിശേഷ വേല അവർ ചെയ്യുന്നില്ല.
സുവിശേഷ വിഹിതരും കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. പക്ഷേ അവരുടെ ഗതി വന്നപ്പോഴേ എഫെസോസിലെ സഭയുടെ കൂട്ടത്തിൽ ചേർന്നു. ആദ്യം ചെയ്തു വന്ന പ്രവൃത്തി അവർ നിർത്തി. ആ പ്രവൃത്തി ഇനി വേണ്ടെന്ന് പറഞ്ഞു. റോമാലേഖനം 13-ാം അധ്യായത്തിലെ കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിലെ കർത്താവ് പറഞ്ഞത് അധികാരങ്ങളോട് നിങ്ങൾ അനുസരിക്കാനാണ് പറയുന്നത്. കാരണം കർത്താവ് വരുമ്പോൾ അല്ലെങ്കിൽ കണക്ക് കൊടുക്കണം. എല്ലാ അധികാര വ്യവസ്ഥകളോടും നിങ്ങൾ മത്സരിച്ചോ? റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ എന്താ പറയുന്നത്? പറയുകയാണ്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്കിപ്പോൾ അധികമെടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകലെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയെ നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവിൻ. മോഹങ്ങൾക്ക് ജനിക്കുമാർ ജലത്തിനായി ചിന്തിക്കരുത്. ഈ അധ്യായം മുഴുവനും അധികാരങ്ങളുള്ള പ്രതികരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അധികാരങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ചാണ് പറയുന്നത്. കേസെടുക്കാനിടയാകുന്ന അധികാരികളെ നമ്മെ ശിക്ഷിക്കാനിടയാകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. വെറിക്കൂത്തൊന്നും മദ്യപാനെന്നും മറ്റുമൊക്കെ പറഞ്ഞത്. അപ്പോൾ അധികാരികളുമായി കോൺഫ്ലിക്റ്റ് വരുന്ന വിഷയങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ചിന്തിക്കുക. അപ്പോൾ കാര്യങ്ങൾ നേരെയാകും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിനെക്കുറിച്ച് കാത്തിരിക്കുക, നോക്കിയിരിക്കുക, തയ്യാറായിരിക്കുക, സ്നേഹിക്കുക, ബദ്ധപ്പാടിലായിരിക്കുക, പ്രാർത്ഥിക്കുക, സുവിശേഷ വേല ചെയ്യുക, വിളക്കിലെണ്ണയുള്ളവരായിരിക്കുക, വേലയെ വർദ്ധിച്ചു വരിക, സുബോധമായിരിക്കുക, മരണപര്യന്തം വിശ്വസ്ത കാണിക്കുക, ആദ്യ സ്നേഹം അവസാനത്തിൽ മുറുകെ പിടിക്കുക, അച്ചടക്കം നടത്തുക, ലഭിച്ച അനുഗ്രഹങ്ങൾ കാത്തു സൂക്ഷിക്കുക, ഉള്ളത് പിടിച്ചുകൊള്ളുക, ദൈവം മാനിക്കുന്ന പ്രവർത്തികൾ ചെയ്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിനെ പോലെ നമുക്ക് ആകാംക്ഷ തരുന്ന, നമുക്ക് ഉത്സാഹം പകരുന്ന വേറെ എന്തുണ്ട്? പക്ഷേ ഞാൻ നിങ്ങളെ പറയാം, കർത്താവ് വരണമെന്ന് അല്പമെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷ വേല ചെയ്യും. കാരണം ആ അവസാനത്തെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു വിടണം കർത്താവ് വരാൻ. അപ്പോൾ അവസാനം വരുമെന്ന്. അവിടെ സുവിശേഷ വേല ചെയ്യാതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്നവർ യാതൊരു കാര്യമില്ല. മകൻ അമേരിക്കയിൽ നിന്ന് കാശ് അയച്ചെന്ന് അപ്പൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പ്ലാനും അയച്ചു കൊടുത്തു. ഈ പ്ലാൻ അനുസരിച്ച് ഒരു വീട് വെക്കണം. ഈ വീട് പൂർത്തിയാകുമ്പോൾ ഡെഡിക്കേഷൻ ഞാൻ വരുന്നതാണ്. വീട് പണി പൂർത്തിയാകുമ്പോൾ വീടിൻ്റെ സമർപ്പണത്തിന് വേണ്ടി ഞാൻ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എന്നും മകൻ ഇങ്ങനെ നോക്കിയിരിക്കുക, വീട് പണിയാകില്ലയോ എന്ന്. അപ്പനിവിടെ എന്താ പരിപാടി എന്നറിയോ? അയച്ചെന്ന് കാശും എല്ലാം എടുത്ത് ജീവിതത്തിൻ്റെ മറ്റ് സന്തോഷ മാർഗങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യാം. അവൻ വരുമോ? അവൻ വന്നാൽ വീട് ഡെഡിക്കേഷൻ ആയിരിക്കുമോ നടക്കുന്നത്? വിശ്വാസികളുടെ കാര്യം അതാ. കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങളും തന്നു, കൃപാവരങ്ങളും തന്നു, പരിശുദ്ധാത്മാവിനെയും തന്നു, വചനവും തന്നിട്ട് പറഞ്ഞു, ഈ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ സഭ പണിയണം, നിങ്ങൾ സുവിശേഷം പണിയണം, പറയണം. നമ്മളിവിടെ എന്താ തന്നതായിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും ഉപയോഗിച്ച് വേറെ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ദൂതന്മാരെന്നും ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കർത്താവേ നമ്മൾ കൊടുത്ത കാശ് മുഴുവനും അവന്മാർ വേറെ എന്തോ പരിപാടിക്ക് ഉപയോഗിച്ചു. വീട് പണിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല. ഞാൻ പറയും, നമുക്ക് അയ്യോ കഷ്ടം. കർത്താവിൻ്റെ വരവിനെ പറ്റി ഒരുങ്ങാൻ വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിറങ്ങി സുവിശേഷ വേല ചെയ്ത് നമ്മുടെ സഭകളും വളരും, കർത്താവ് വരികയും ചെയ്യും. അപ്പോൾ കർത്താവിനെ ഉത്സാഹിപ്പിക്കണമെങ്കിൽ നമ്മുടെ സുവിശേഷ വേലയിൽ ഉത്സാഹം കാണിക്കണം. അപ്പോൾ കർത്താവ് പറയും, ഇവന്മാർ കണ്ടമാനം വേല ചെയ്യുക, നമുക്ക് പോവാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രദേശങ്ങളിലെ സഭകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സുവിശേഷ വേലയിൽ വർദ്ധിച്ച് വരട്ടെ. ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിട്ട് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, വേഗം വരട്ടെ. നമുക്ക് ഒരുമിച്ച് മേപ്പെട്ട് പോവാം. പക്ഷേ പോകുമ്പോൾ നമ്മളിവിടെ കുറച്ച് ആത്മാക്കളെ കൊണ്ട് വേണം നമുക്ക് പോകാൻ. ഇതാ ദൈവം എനിക്ക് തന്ന മക്കളും കൊച്ചുമക്കളും, എങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയത്തൊക്കെ ഉണ്ടോ? നമ്മുടെ കയ്യിൽ കുറേ വേണം, അല്ലെങ്കിൽ നമ്മൾ ലജ്ജിതരാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വീണ്ടും വരവനായിട്ട് ഒരുക്കത്തിനായിട്ടുള്ള പ്രായോഗിക കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളെ ബ്രദറിന് പറയാനായിട്ട് പറ്റുള്ളൂ, സമയത്തിൻ്റെ കുറവുണ്ടെങ്കിലും. നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ ഒരുക്കത്തിനായിട്ട് ഉത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ഒരുക്കത്തിനായിട്ട് തടസ്സം നൽകേണ്ട ഒരു വ്യർത്ഥ ചിന്ത ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നാം ദൈവവചനം വായിക്കുമ്പോൾ എത്ര മുന്നറിയിപ്പുകളാണ് ദൈവം തരുന്നത്. മോശ പറഞ്ഞതുപോലെ നമുക്ക് നമ്മെ തന്നെ ഉപദേശിക്കാം. റോമാലേഖനത്തിൽ നിന്ന് വായിക്കുന്നത്, അന്യനെ ഉപദേശിക്കുന്ന ഇനി നിന്നെ തന്നെ ഉപദേശിക്കാത്ത എന്തെന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. നമ്മുടെ പാട്ടുകളൊക്കെ നമ്മുടെ തിയോളജി നല്ല പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നെങ്കിലും പ്രായോഗിക ജീവിതം വരുമ്പോൾ ആ തിയോളജി അല്ല, അല്ലെങ്കിൽ ദൈവശാസ്ത്രമല്ല നമ്മെ പലപ്പോഴും നമ്മുടെ കണ്ണാലെ കാണുന്ന കാഴ്ചകളുടെ പിന്നാലെ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആശയേറുന്നു നിന്നെ കാണുവാൻ, ആമേൻ യേശുവേ വരണമേ എന്ന്
നാം ഉച്ചത്തിൽ പാടുന്ന പോലെ തന്നെ ജീവിതവും അതുപോലെ തന്നെ ആയിത്തീരുവാനായിട്ട് ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പലപ്പോഴും അല്ലേ, പിന്നെയും നാം പാട്ടിൽ പാടുന്നത് യേശു വരും സെക്കൻഡ് അറിഞ്ഞുകൂടാ. ഇതൊക്കെ അറിഞ്ഞുകൂടായെങ്കിൽ നമ്മൾ നമ്മുടെ പാട്ടും പാടി നമ്മുടെ വഴിക്ക് പലപ്പോഴും പോകുന്നവരല്ലേ. നമുക്ക് വലിയൊരു പുതുക്കവും രൂപാന്തരവും ആവശ്യം ആണ്. പലപ്പോഴും നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരെ മങ്ങിയതാണ്. ഇവിടുത്തെ സൗകര്യങ്ങൾ കൂട്ടി ഇവിടെ തൽക്കാലം സുഖത്തിൽ പോയാൽ മതി എന്നുള്ള ഒരു മങ്ങിയ കാഴ്ചപ്പാടാണ് നമുക്ക്. എന്നാൽ നമുക്കായി ദൈവം വെച്ചിരിക്കുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കൂടുതൽ ഈ നാളുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ബ്രദർ പറഞ്ഞു സ്വർഗത്തിൽ ശതകോടീശ്വരനായി ജീവിക്കണമെന്ന ആഗ്രഹം. പക്ഷെ നമ്മളെ അധികം പേര് അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിലൊരു ടാർപോളിയും കെട്ടി ജീവിച്ചാലും മതി എന്നുള്ള മിനിമം ആഗ്രഹമുള്ളൂ. എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ മതി എന്നുള്ള ലെവലിൽ പലപ്പോഴും ചിന്തിക്കുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും ഈ ഒരു തലത്തിൽ പോകുന്നത്. ഉയർന്ന കാഴ്ചപ്പാട് നമുക്ക് വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവിനായി പറഞ്ഞതുപോലെ ഒരു മോണോമാനിക്കായി എപ്പോഴും കർത്താവിൻ്റെ വരവ്, കർത്താവിനോടുള്ള നമ്മുടെ ചേരൽ, ആ വിഷയം നമ്മെ ഭരിക്കട്ടെ. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ഏറ്റവും പുതുക്കത്തിൽ ഒരുക്കത്തിൽ നമുക്ക് നടത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.